ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതൊരു ട്രിപ്പ് പോവാണ് കേട്ടോ, ഗോവയിലേക്കാണ്. അവിടെ നമ്മളൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട്, അതായത് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ എക്സ്പോസിഷൻ ഉണ്ട് കേട്ടോ, റിലിക്സ് അതിങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് 10 വർഷത്തിൽ ഒരിക്കലാണ് നമുക്ക് അനുമതി കിട്ടുക. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാൻ വിചാരിച്ചു. നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇരുന്ന് ചടയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ, അതിനിരുന്ന് നമ്മൾ മടുത്തു കേട്ടോ. എനിവേ എൻ്റെ സിസ്റ്ററും ഫാമിലിയും ബോംബെയിൽ നിന്ന് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഇതാണ് ആ ചർച്ച്. ഈ ചർച്ചിലാണ് ആ ബോഡി വെച്ചിട്ട്, അതും ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ ശരീരത്തിന് കേടുപാടൊന്നുമില്ല, അതായത് ചുങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് എന്താ പറയുക, ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട്. എനിവേ ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ നെക്സ്റ്റ് ഡേ നമ്മൾ ഒന്ന് എന്താ പറയുക, ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടുത്തെ ബീച്ചും കലാങ്കൂട്ടെ ബീച്ചിലൊക്കെ ആട്ടോ ഞങ്ങൾ പോയത്. വലിയ കുഴപ്പമില്ല, അവിടെ അധികം തിരക്കില്ല, പിന്നെ കുറച്ച് നീറ്റാണ്, അതായത് മീൻസ് കുറച്ച് കുഴപ്പമില്ലാത്തൊരു ബീച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഈ വാട്ടർ കുറച്ച് ക്ലിയർ വാട്ടർ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ചെളിയിൽ ആ മണ്ണിൻ്റെ ഇതാണ് കണ്ടത്. നല്ല ക്ലിയർ വാട്ടറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കളിക്കാനും ഇതൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പം ഞങ്ങൾ കുറേ വാട്ടർ സ്പോർട്സ് ഒക്കെ നടത്തി. അപ്പം അങ്ങനെ ഞങ്ങൾ പാരാഗ്ലൈഡിങ്ങും എന്താ പറയുക, വാട്ടർ സ്കൂട്ടർ, ആ ഒരു വാട്ടർ ബൈക്കും എല്ലാം കുറച്ചൊക്കെ അഡ്വഞ്ചറസ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. എനിവേ അതൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഇരുട്ടായി തുടങ്ങിയപ്പോൾ ലൈറ്റും മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ്. എനിവേ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനെത്തി. അപ്പം അങ്ങനെ ഈ ഒരു ട്രിപ്പിൽ അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അപ്പൂനും ഉണ്ണിനെ മിസ് ചെയ്തു. എനിവേ എല്ലാം കഴിഞ്ഞ് ഗുഡ് ബൈ ടു ഗോവ.